നമുക്ക് ഓരോ ദിവസവും എല്ലാം സ്ഥിരമാണ്. ആകാശം, കാലാവസ്ഥ, ഭൂമി എല്ലാം സ്വാഭാവികമായി നിലകൊള്ളുന്നു. ഇതെല്ലാം വർഷങ്ങളോളമായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കരുതുന്നത് പോലെ ഇവയ്ക്കൊന്നും അത്ര ഉറപ്പില്ല. ഒരു കറക്കം, അതാണ് ഇവയെല്ലാം ഇതുപോലെ നിലനിർത്തുന്നത്. ഭൂമിയുടെ കറക്കം. ഈ കറക്കമാണ് നമ്മുടെ കാലാവസ്ഥയെയും പ്രകൃതിയെയും സമുദ്രങ്ങളെയും നമ്മുടെ ജീവനെ പോലും നിയന്ത്രിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ഭൂമി കറക്കം നിർത്തിക്കളഞ്ഞാലോ? വെറും 5 സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഭൂമിയുടെ കറക്കം നിന്നുപോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങളാണ്. വീണ്ടും ഭൂമി പഴയതുപോലെ ആയാലും ആ 5 സെക്കൻഡിന് മുമ്പുള്ള ഭൂമിയെപ്പോലെ ഒരിക്കലും വാസയോഗ്യമായിരിക്കില്ല. ഭൂമിയുടെ കറക്കം നിലച്ചു പോകാൻ പോകുന്ന ആ 5 സെക്കൻഡ് സമയം എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ ഒരു ദിവസം കൊണ്ട് തൻ്റെ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു. അത് നമുക്ക് പകലും രാവും സമ്മാനിക്കുന്നു. മണിക്കൂറിൽ 1674 കിലോമീറ്റർ എന്ന വലിയ വേഗതയിലാണ് ഭൂമി സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 24 മണിക്കൂറുകൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് സാധിക്കുന്നതും. 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെട്ട സമയത്ത് സംഭവിച്ച കൂട്ടിയിടികൾ കാരണം ഭൂമി കറങ്ങാൻ തുടങ്ങി. വാതകങ്ങളുടെയും പൊടിപടലങ്ങളുടെയും വലിയ ഡിസ്ക് സൂര്യന് ചുറ്റും കറങ്ങി. പാറകളും പൊടിപടലങ്ങളും എല്ലാം തെറിച്ച് കൂട്ടമായി ഭൂമിയെ ഒരു ദിശയിലേക്ക് കറക്കുവാൻ പ്രേരിപ്പിച്ച ശക്തികൾ സൃഷ്ടിച്ചു. ഒരു ഫിഗർ സ്കേറ്റർ വേഗതയിൽ കറങ്ങുന്നത് പോലെ നമുക്കിതിനെ സങ്കല്പിക്കാൻ സാധിക്കും. എന്നാൽ അന്ന് ഇന്നത്തേതിനേക്കാൾ പല മടങ്ങ് വേഗതയിലായിരുന്നു ഭൂമി കറങ്ങിയിരുന്നത്. ഏകദേശം 4-5 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ പിന്നീട് കാലക്രമേണ ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത കുറഞ്ഞ് ഇന്നത്തെ രീതിയിൽ 24 മണിക്കൂറുകൾ കൊണ്ട് ഭ്രമണം പൂർത്തിയാക്കുന്ന അവസ്ഥയിലെത്തി. ഇതിന് പ്രധാന കാരണം ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ കൂടെ ചേർന്നതോടെയാണ്. പിന്നീട് ഭൂമിയുടെ വേഗത കുറയ്ക്കുവാൻ ബഹിരാകാശ ശക്തികൾ ഇല്ലാതെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു കോടാനുകോടി വർഷങ്ങളോളമായി. പക്ഷേ ഭൂമിയുടെ ഈ കറക്കം പെട്ടെന്ന് നിന്നുപോയാൽ, ഗ്രഹം നിലച്ചുപോയി കഴിഞ്ഞാൽ നമ്മൾ ഉപരിതലത്തിൽ നിന്നും നേരെ മുകളിലേക്ക് പറന്നു പോകുമോ? അന്തരീക്ഷം അപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം നിശ്ചലമായാലും ഭൂമധ്യരേഖാ പ്രദേശത്ത് അതിശക്തമായ കാറ്റ് വീശിയടിക്കും. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഭൂമി ഏറ്റവും കൂടുതൽ വേഗതയിൽ കറങ്ങുന്നത് ഈ പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ 1670 കിലോമീറ്ററിലും കൂടുതൽ വേഗതയിൽ കാറ്റ് വീശും. നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ വേഗതയാണല്ലേ. ആ ശക്തമായ കാറ്റുകൾ നമ്മെ വീഴ്ത്തിക്കളയും. മാത്രമല്ല ഭൂമിയുടെ പുറന്തോടിനെ വരെ കീറി മുറിക്കാൻ ശക്തിയുണ്ട് ആ കാറ്റിന്. ആ സമയത്ത് നമ്മൾ തുറസായ വയലിലോ ഇരുമ്പ് കെട്ടിടങ്ങൾക്കുള്ളിലോ പോയി ഒളിച്ചാലും രക്ഷയില്ല. കാറ്റ് അതിനെയെല്ലാം ഇല്ലാതെയാക്കും. ഈ കാറ്റുകൾ കെട്ടിടങ്ങളെ അവയുടെ അടിത്തട്ടിൽ നിന്നും ഇളക്കി മാറ്റും. കാറുകൾ പറന്നു പോവുകയും കോൺക്രീറ്റ് ഘടനകൾ പോലും തകർക്കപ്പെടുകയും ചെയ്യും. ഈ പ്രദേശത്ത് ഭൂമിക്കുണ്ടാകുന്ന ഈ ബ്രേക്കിങ്ങിൽ നിന്നും ഉളവായ കാറ്റ് അതിനേക്കാൾ 3 ഇരട്ടി ശക്തി പ്രാപിക്കും. നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള പുറന്തോട് നമ്മെയും മറ്റു സകലതിനെയും തകർത്തില്ല എങ്കിൽ ഭൂമിയുടെ മറ്റൊരു ഭാഗത്തേക്ക് വളരെ വേഗതയിൽ നമ്മൾ പറന്നു പോകും. ഭൂമധ്യരേഖാ പ്രദേശത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ന്യൂസിലാൻഡ്, ഫ്രാൻസ് പോലുള്ള ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലും ഇതിലും ദുർബലമായിരിക്കും കാറ്റ് അനുഭവപ്പെടുക. ദുർബലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറിൽ 1180 കിലോമീറ്റർ വേഗതയിൽ. ഭൂമിയിൽ വീശിയടിച്ചിട്ടുള്ള ഏറ്റവും ശക്തിയേറിയ കൊടുങ്കാറ്റിനേക്കാൾ പല മടങ്ങ് ശക്തിയിൽ. ഈ ഭീകരകാറ്റ് ഭൂമിയിലെ സകലതിനെയും അപ്പോൾ നശിപ്പിച്ചു കളയും. എന്നാൽ ഈ 5 സെക്കൻഡ് സമയം ഭൂമി നിശ്ചലമായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഈ കാര്യം മാത്രമല്ല. നമുക്കറിയാം നമ്മുടെ ഭൂമിക്ക് പൂർണ്ണമായൊരു ഗോളാകൃതി അല്ല ഉള്ളത് എന്ന്. ഭ്രമണം നിലച്ചു കഴിയുമ്പോൾ ഗ്രഹത്തിൻ്റെ ഭ്രമണം മൂലമുണ്ടാകുന്ന അപകേന്ദ്ര ബലങ്ങൾ അഥവാ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുള്ള ഭാഗത്തെ ഭൂമി വീർക്കും. വളരെ പെട്ടെന്ന് തന്നെ ഭൂമി ഒരു പൂർണ്ണ ഗോളമായി മാറുകയും ചെയ്യും. അതിൻ്റെ ഫലമായി ഭൂമധ്യരേഖയ്ക്ക് സമീപത്ത് ചേർന്നിരിക്കുന്ന എല്ലാ വെള്ളവും ധ്രുവപ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകും. 5 സെക്കൻഡുകൾക്ക് ശേഷം ഭൂമി വീണ്ടും ഭ്രമണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ജലം മുഴുവൻ അതിശക്തമായ സുനാമിയായി വീശിയടിക്കും.
കൊടുങ്കാറ്റും സുനാമിയും അങ്ങനെ സകലതിനെയും നശിപ്പിക്കും. ഇത്ര ഭീകരമായ അവസ്ഥകളിൽ നിന്നും നമുക്കൊന്ന് രക്ഷപ്പെടുവാൻ 2 സ്ഥലങ്ങളുണ്ടാകും. ഭൂമിയുടെ ഉത്തരധ്രുവവും ദക്ഷിണ ധ്രുവവും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. ഇത്ര ശക്തമായ കാറ്റോ സുനാമിയോ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. 5 സെക്കൻഡ് കഴിഞ്ഞ് ഇതെല്ലാം അവസാനിച്ച് ഭൂമി സാധാരണ ഭ്രമണത്തിലേക്ക് തിരിച്ചെത്തി എന്ന് കേൾക്കുമ്പോൾ നമ്മിൽ വലിയ ആശ്വാസം തോന്നും. എന്നാൽ ആ സമയത്ത് ഭൂമിയിൽ ഒന്നും അവശേഷിച്ചിട്ടുണ്ടാകില്ല. പട്ടണങ്ങളും ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും കെട്ടിടങ്ങളും ഇന്നേ വരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സാങ്കേതിക വിദ്യകളും കോടാനുകോടി ജീവനും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം നശിച്ചു പോകും. ഭൂമിയുടെ ചലനം നിന്നുപോയി കഴിഞ്ഞാൽ ആ പ്രത്യാഘാതങ്ങളെ അതിജീവിക്കുവാൻ ഒന്നിനും സാധിക്കില്ല. എന്നാൽ ഇനിയും കോടാനുകോടി വർഷക്കാലത്തോളം ഭൂമി ഇതുപോലെ തന്നെ ചലിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് സത്യം. ഈ നിമിഷം വരെ നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമി അടുത്ത നിമിഷത്തിൽ പെട്ടെന്ന് നിശ്ചലമായി പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായില്ലേ? നമ്മുടെ അഹങ്കാരവും അക്രമവും യുദ്ധക്കൊതിയുമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയായി പോകും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.